ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ പിക്സാർട്ട് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. പിക്സാർട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ എഡിറ്റിംഗ്, നല്ല ബെസ്റ്റായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് നമ്മളെ പിക്സാർട്ട് എന്ന് പറഞ്ഞത്. പണ്ടേ ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. നമുക്കിപ്പോൾ യൂട്യൂബിലേക്കുള്ള തമ്പനെയിൽസ് ആയാലും നമ്മുടെ ഫോട്ടോസൊക്കെ ആയാലും ഏതൊരു സാധനം വേണമെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പിക്ചർ അല്ലെങ്കിൽ ഏതൊരു ഇമേജ് വേണമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ് ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു എഡിറ്റിംഗ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എഡിറ്റിംഗ് അല്ല, നമ്മൾ ആപ്പിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഫോട്ടോ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്ലസ് ഐക്കണും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യ ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ ഗാലറിയിലുള്ള പല പല ഫോട്ടോസും വരും. നമുക്ക് വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ എൻ്റെ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവിടെ തെറ്റടിക്കുകയാണ്, കാരണം പിക്സാർട്ട് ഗോൾഡ് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഗോൾഡ് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ അവരുടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കും പിക്സാർട്ട് ഗോൾഡ്. അപ്പോൾ അത് നമുക്ക് എന്ന് പറയുന്നില്ല. പിന്നെ നമുക്കിവിടെ കാണിക്കുന്ന ഇൻ്റർഫേസ് എന്താണെന്ന് വെച്ചാൽ ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർഫേസാണ്. അതിൽ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ക്രോപ്പ് ചെയ്യാൻ, ഫ്രീ ക്രോപ്പ്, ഷെയർ ക്രോപ്പ്, ഡിസ്പേർഷൻ, ക്ലോണ്, റിമൂവ്, സ്ട്രെച്ച്. റിമൂവിൻ്റെ മേലെ നമുക്കൊരു ഒരു കിരീടത്തിൻ്റെത് കാണാം. അപ്പോൾ അത് പിക്സാർട്ട് ഗോൾഡിലായതുകൊണ്ടാണ്. പിന്നെ സ്ട്രെച്ച് ചെയ്യാം, മോഷൻ ചെയ്യാം, അങ്ങനത്തെ പല പല കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എഡിറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്കത് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഈ ഇമേജ് ജസ്റ്റ് എന്ത് ചെയ്യുക, ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അത് ഒന്ന് ക്രോപ്പ് ചെയ്യാം ആ ടൂൾ ഉപയോഗിച്ചിട്ട്. ഇനി നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് വേറെ എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഫ്രീ ആയിട്ട് ക്രോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിസേഴ്സ് വഴി കട്ട് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് കട്ടൗട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ വേറെ ഇതിൽ ടൂൾസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന പല പല കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഉണ്ട്, അത് നമുക്ക് ഓപ്ഷനായിട്ട് കൊടുക്കാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ ടൂൾസും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്കിവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ, ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഗോൾഡിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഗോൾഡ് ഞാൻ വരെ പരിചയപ്പെടുത്തുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് എഫക്ട്സ് ആയിട്ടുള്ള പല എഫക്ട്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് വെച്ച് നോക്കാം. നമ്മളിപ്പോൾ HDRലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡോർഗർ, നോയ്സ്, ഫിലിം 2, അങ്ങനെ പല പല എഫക്റ്റ് നമ്മളെ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിലും നമുക്ക് പല പല എഫക്റ്റും നല്ല വൃത്തിയിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ക്യാൻവാസുകളായാലും അതുപോലെ തന്നെ ട്രൈ ചെയ്യാനുള്ളതുണ്ട്. അത് നമ്മളെ ഗോൾഡിലുള്ള സെഷനിൽ വരുന്നതായതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഏതെങ്കിലും ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എഫക്ട്സിൽ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഓരോരോ എഫക്റ്റുകൾ നമ്മളിപ്പോൾ കുറച്ച് ഫണ്ണായിട്ടുള്ള എഫക്റ്റാണ്. അപ്പോൾ നമ്മളിതാ പല എഫക്ട്സിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എഫക്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നോയ്സ് എന്നുള്ള എഫക്റ്റ് കൊടുക്കാം, കുറച്ചുകൂടി ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റിലേക്ക് മാറും. ഇനി നമുക്കിവിടെ അടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എഫക്ട്സിൻ്റെ തൊട്ടപ്പുറത്ത് റീടച്ചാണ്. റീടച്ച് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഓട്ടോ ബ്യൂട്ടി കാര്യങ്ങൾ അങ്ങനത്തെ പല പല കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊരു പിക്ചറിൻ്റെ എഡിറ്റ് ചെയ്യുമ്പോഴുള്ള ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഒരു ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് ആ ബ്യൂട്ടി കുറച്ച് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ് ഇതിലേക്ക്. ഇനി ബ്യൂട്ടീൻ്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫേസും വിങ്കിളൊക്കെ നമ്മളെന്താണ് ഈ ഒരു പിക്സാർട്ട് ഗോൾഡിലുള്ളതാണ്. സ്മൂത്തൊക്കെ ആക്കാൻ പറ്റും. ഈ ഒരു ഇമേജ് സ്മൂത്ത് സ്കിന്നിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതൊക്കെ തന്നെയുള്ളൂ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് സേവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫോട്ടോയിലേക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് നെറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഹാർട്ടിൻ്റെ ചിഹ്നം അല്ലെങ്കിൽ ഹാർട്ടാണെങ്കിൽ നമുക്കിപ്പോൾ ഹാർട്ടിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പലതായിട്ടുള്ള അല്ലെങ്കിൽ പലതരം ഹാർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്സാർട്ട് ഗോൾഡ് ഒരു കിരീടം കാണിക്കുന്നതല്ല, അല്ലാത്തതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് അവിടെ കുറച്ച് ഹാർട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് പ്ലേസ് ചെയ്യുകയാണ്. ഇതാണ് സ്റ്റിക്കേഴ്സിൻ്റെ ഈ ഒരു സെഷനിൽ വരുന്നത്. ഈ ഒരു നമുക്ക് പല പല അവൈലബിൾ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിൽ നെറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ വേണം, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, നല്ല വൃത്തിയിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റിക്കറും നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടൗട്ട് ആണുള്ളത്. കട്ടൗട്ട് നിങ്ങൾക്ക് പലർക്കും അറിയണ്ടാവും. ഇപ്പോൾ നമ്മൾ കട്ടൗട്ടിൽ പല ടൈപ്പിൽ കട്ടൗട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിലുള്ള കട്ടൗട്ട് എന്ന് പറഞ്ഞാൽ പേഴ്സൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണായിട്ടുള്ള ഈ ഒരു കാര്യം റെഡ് ഇതിലേക്ക് വരും. അത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മളെ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാവിധ കാര്യങ്ങളും പോയിട്ടുണ്ട്.
ഇനി നമുക്കിവിടെ റീപ്ലൈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് വലിയൊരു ഇതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പം എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഈ ഒരു റീപ്ലൈൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് ജസ്റ്റ് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് കുറച്ച് ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ റീപ്ലൈന് നമുക്ക് എന്ത് ചെയ്യുക, ഫിക്സിറ്റ് പഠിക്കാം. ഫിക്സിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇമേജ് ഇപ്പോൾ തമ്പനയിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 16:9 ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോയുടെ ഫിക്സിറ്റ് അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടെക്സ്റ്റ് ഇപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ നമുക്ക് ഹായ് കാര്യങ്ങളൊക്കെ ഇവിടെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലാക്ക്, ബ്ലൂ, സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ സ്പേസിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്താ പിക്സാർട്ട് ഗോൾഡ് വേണം. ബ്ലെൻഡ് ചെയ്യാനും കാര്യങ്ങളിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് എന്താണ് പിക്സാർട്ട് ഗോൾഡിൻ്റെ ആവശ്യമുണ്ട്. ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതുണ്ട്. അപ്പോൾ ബെൻഡൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കിതാ ഈ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ബെൻഡ് ചെയ്യാം. നമുക്കത് ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ റഫായിട്ടുള്ള ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫോട്ടോ തന്നെ ഞാൻ ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ഫോട്ടോയുടെ മേലെ. അപ്പോൾ നമുക്കിതാ ഈ ഒരു ഫോട്ടോ ഇവിടെ ജസ്റ്റ് ആഡായി വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, സൂം ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഒരു എഡിറ്റിംഗ് ഞാൻ ഇപ്പം ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഉള്ളത് എന്താ വെച്ചാൽ ബ്രഷസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിത് ബ്രഷസും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ എഡിറ്റ് ചെയ്ത് നോക്കാം. ബ്രഷസും കാര്യങ്ങളും തന്നെ നമ്മൾ ഈ ഒരു ഫോട്ടോൻ്റെ എഫക്റ്റുകൾ പോലെ തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ. പല ടൈപ്പിലുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ ഇതവിടെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇതിലൂടെ എങ്ങനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാർ തിളങ്ങുന്നത് കണ്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മൂണിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് കൊടുക്കാവുന്നതാണ്. നല്ല നല്ല എഫക്റ്റും പല കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സൈസ് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് എന്താണ് നമുക്കിവിടെ അങ്ങനെ കറക്റ്റായിട്ട് ഇത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ ചന്ദ്രനായാലും ഏത് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ റഫായിട്ട് എഡിറ്റിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ബോർഡറാണ്. ഈ ഒരു ഫോട്ടോന് നമുക്ക് ബോർഡർ, ഔട്ട്ലൈൻ ആയിട്ടുള്ള ബോർഡർ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇന്നർ ആയാലും ഔട്ടർ ആയാലും അതുപോലെ തന്നെ റേഡിയസ് ഒക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് റൗണ്ടിലാണെങ്കിൽ ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് കാര്യം കിട്ടുന്നതാണ്. ഔട്ടർ നമുക്ക് എങ്ങനെ ഈ ഏതൊരു കണക്ഷനിലോ അല്ലെങ്കിൽ ഏതൊരു കളറിൽ വേണമെങ്കിലൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കാര്യം നമ്മൾ സെറ്റ് ചെയ്ത് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഈ ഇൻ്റർഫേസിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ മാസ്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ മാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ചെയ്യുക, നമുക്ക് എടുത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സൈസും ഹ്യൂജ് അല്ലെങ്കിൽ ഹ്യൂ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സൈസൊക്കെ റെഡി ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല പല കാര്യങ്ങളൊക്കെ ഇതിൽ ന്യൂ ആയിട്ട് വന്നിട്ടുള്ള റെയിനി ആയിട്ടുള്ള എഫക്റ്റും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്. ഇത് നമ്മളെ എഡിറ്റിംഗ് കുറച്ച് റഫ് ആയതുകൊണ്ടാണ് കിട്ടാത്തത്. പിന്നെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചിത്രം എന്തെങ്കിലും വരയ്ക്കാവുന്ന പറ്റിയെങ്കിൽ നമുക്കിത് അപ്പോൾ ഏതെങ്കിലും റഫായിട്ട് ഇപ്പോൾ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കൈ കൊണ്ട് എഴുതുക, അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മളെ പല പല ഡ്രോയിങ് സ്ട്രക്ചേഴ്സിലായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതാ 8th വരികയാണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്ന എല്ലാം പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ റഫായിട്ടാണ് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ്, അതൊക്കെ തന്നെയാണ്. ഇനി നമുക്കുള്ള എഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ലെൻസ് ഫ്ലെയർ ആണ്. ലെൻസ് ഫ്ലെയർ നമുക്ക് എടുത്ത് നോക്കാം. ലെൻസ് ഫ്ലെയറിൽ നമുക്ക് പല പല എഫക്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് വലുതാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഹ്യൂ നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ഇതൊക്കെ നമുക്ക് നല്ല എഡിറ്റിങ്ങിൽ നമുക്ക് നല്ല അടിപൊളിയാക്കി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ സൈഡിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് കൊടുക്കാം. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഷേപ്പ് മാസ്ക് ആണ്. ഷേപ്പ് മാസ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാസ്ക് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ, ഇപ്പോൾ അത് ഒപ്പാസിറ്റി കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം കിട്ടും. ഒപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ പോലെ തന്നെ വരും. നമുക്ക് പല 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 എന്താണ് നമുക്ക് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനും പറ്റും മൾട്ടിപ്ലൈ ആയിട്ട്. ഇത് വലിയൊരു എഫക്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു ഇത് തന്നെയാണ്. നമുക്കിതാ പല ഇതും നമുക്കിവിടെ അവൈലബിൾ ആയി വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്കത് അവിടെ കൊടുക്കാവുന്നതുമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. ഒരു ഫോട്ടോൻ്റെ എഡിറ്റിങ്ങിന് ഞാൻ ആദ്യം ചെയ്ത ഒരു ചെറിയൊരു ഇതുകൊണ്ടാണ് കിട്ടാത്തത്. പിന്നെ നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഷേപ്പ് മാസ്ക് ആണ്. ഇപ്പോൾ ഫ്രെയിം നമുക്കിവിടെ പല പല ഫ്രെയിമുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ബർത്ത്ഡേ ഫ്രെയിം, ഇപ്പോൾ ആരെങ്കിലും ബർത്ത്ഡേ ആണെങ്കിൽ ഈ ഒരു ബർത്ത്ഡേ ഫ്രെയിമൊക്കെ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഈ ഒരു ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത് കൊളാക്കിയാണ്. ബർത്ത്ഡേ വിഷസ് എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് പല ഫ്രെയിമുകളും കിട്ടുന്നതാണ്. ഇനി നമുക്കിതാ കാൾ ഔട്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ടീനെ ഒരു ഐക്കൺ വെച്ച് കാൾ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചിന്തിക്കുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ നമുക്കതാ ഇവിടെ ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വേർ ഈസ് സീൻ, ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ഒരു കാര്യം, വേർ ഈസ്
ഹി അവൻ എവിടെയെന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തിട്ട് നമുക്കിതാ ഈ സാധനം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമുക്ക് പല എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മളിന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് നിങ്ങൾ നോക്കണ്ട, അല്ലാതെ ഈ ഒരു നമ്മളെ ഈ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ പിക്സാർട്ടൊക്കെ ഉപയോഗിക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ഈ ഒരു ഐക്കണും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു മെനുവും കാര്യങ്ങളൊക്കെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞതാണ് ജസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പിക്സാർട്ടിൻ്റെ വീഡിയോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിങ്ങോ ഏതെങ്കിലും വേണമെങ്കിലൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാം. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പോലത്തെ വെറൈറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.